ഹായ് എവരി വൺ. ബൈനറി സെർച്ച് ട്രീയുടെ ഇൻസെർഷൻ നമുക്ക് നോക്കാം. നമുക്കൊരു കീ തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ കീ ഈക്വൽ ടു 2. അന്നേരം നമുക്ക് പുതിയതായിട്ട് ഒരു നോഡ് വിത്ത് വാല്യൂ 2 ഈ ബൈനറി സെർച്ച് ട്രീയിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ബൈനറി സെർച്ച് ട്രീയുടെ പ്രോപ്പർട്ടീസ് ഒന്നും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അന്നേരം 2 വരുന്ന ഒരു നോഡാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അന്നേരം നമ്മൾ ഫസ്റ്റ് ഈ റൂട്ട് നോഡ് ചെല്ലും. നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട നോഡിൻ്റെ വാല്യൂ 2 ആണ്. നോഡ് വിത്ത് വാല്യൂ 2. ഈ 2 8ൻ്റെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ വരിക? നമുക്കറിയാം 8ൻ്റെ ലെഫ്റ്റിലാണ് 2 വരേണ്ടതെന്ന്. അന്നേരം നമ്മൾ ഈ ലെഫ്റ്റ് സബ് ട്രീയിൽ ഇൻസേർട്ട് ചെയ്യേണ്ട പൊസിഷൻ കണ്ടുപിടിക്കാൻ നോക്കും. അന്നേരം 2നെ 3 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അന്നേരം 2 ലെസ് ദാൻ 3 ആണ്. 2 ലെസ് ദാൻ 3 ആവുമ്പോൾ ഈ 3യുടെ ലെഫ്റ്റ് സബ് ട്രീയിൽ വേണം നമ്മൾ ഈ 2നെ ഇൻസേർട്ട് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഈ 1ലെത്തി. 2ഉം 1ഉം കമ്പയർ ചെയ്തു. 2 ഗ്രേറ്റർ ദാൻ 1 ആണ്. അന്നേരം ഈ 1ൻ്റെ റൈറ്റ് സബ് ട്രീയിലോട്ട് പോയി. അന്നേരം 1ൻ്റെ റൈറ്റ് സബ് ട്രീ ഇല്ല. ഈ 1ൻ്റെ റൈറ്റിൽ നൺ ആണ് ഉള്ളത്. അതിൻ്റെ അർത്ഥം നമുക്ക് 2നെ അവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. അന്നേരം നമ്മൾ 2 എന്ന് പറഞ്ഞ ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ആ നോഡിലോട്ടുള്ള പോയിൻ്റർ 1ലോട്ട് കൊടുക്കും. അങ്ങനെ 1 2ലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് 2നെ ഈ ട്രീയിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റി. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. കീ 11 ആണെന്ന് വിചാരിച്ചോ. ആദ്യം നമ്മൾ 8നെയും 11നെയും കമ്പയർ ചെയ്യും. അന്നേരം 11 ഗ്രേറ്റർ ദാൻ 8 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 8ൻ്റെ റൈറ്റ് സബ് ട്രീയിലാണ് 11നെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അന്നേരം നമ്മൾ ഈ 10ലോട്ട് ചെന്നു. 10ഉം 11ഉം കമ്പയർ ചെയ്തു. അന്നേരം 11 ഗ്രേറ്റർ ദാൻ 10 ആണ്. അന്നേരം 10ൻ്റെ റൈറ്റ് സബ് ട്രീയിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. 10ൻ്റെ റൈറ്റ് സബ് ട്രീയിൽ 14 ആണുള്ളത്. 11ഉം 14ഉം നമ്മൾ കമ്പയർ ചെയ്തു. അന്നേരം 11 ലെസ് ദാൻ 14 ആണ്. ഇവിടെ നമ്മൾ 11നെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് പോയിൻ്റർ റിട്ടേൺ ചെയ്യും. അങ്ങനെ 14 11ലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുക. നമ്മുടെ ഇൻസേർഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഇതിൻ്റെ ഇൻഓർഡർ ട്രാവേഴ്സിൽ പ്രിൻ്റ് ചെയ്ത് നോക്കുക. അന്നേരം എല്ലാ എലമെൻസും അസെൻഡിങ് ഓർഡറിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഇൻസേർഷൻ കറക്റ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ കോഡ് നോക്കാം. ഡെഫ് ഇൻസേർട്ട് റൂട്ട് കീ ഇഫ് നോട്ട് റൂട്ട്. നമുക്ക് റൂട്ട് നോട്ട് ഇല്ലെങ്കിൽ അന്നേരം നമ്മൾ നോഡ് വിത്ത് വാല്യൂ കീ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് റിട്ടേൺ ചെയ്യും. ഇഫ് റൂട്ട് ഡോട്ട് വാൽ ഈക്വൽ ടു കീ. നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട നോഡ് ആ ട്രീയിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി
റൂട്ടിനെ റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ റൂട്ടിൻ്റെ വാല്യൂ കീയുമായിട്ട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി റൂട്ടിനെ റിട്ടേൺ ചെയ്യും. കാരണം നമുക്കറിയാം ബൈനറി സെർച്ച് ട്രീയിൽ ഡ്യൂപ്ലിക്കേറ്റ് നോഡ്സ് ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. if key ഗ്രേറ്റർ ദാൻ റൂട്ട് ഡോട്ട് വാൽ, നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട കീ റൂട്ടിനേക്കാളും വലുതാണെങ്കിൽ അന്നേരം നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഇൻസേർട്ട് റൂട്ട് ഡോട്ട് റൈറ്റ് കീ. നമ്മൾ റൂട്ടിൻ്റെ റൈറ്റ് സബ് ട്രീയിലോട്ട് പോകും, എന്നിട്ട് കീയെ ഇൻസേർട്ട് ചെയ്യും. റൂട്ട് ഡോട്ട് റൈറ്റ് ഈക്വൽ ടു ഇൻസേർട്ട് റൂട്ട് ഡോട്ട് റൈറ്റ് കീ. ഇൻസേർട്ട് ചെയ്ത ആ റൈറ്റ് സബ് ട്രീയുടെ റൂട്ട് നോഡ് നമ്മൾ റിട്ടേൺ ചെയ്യും, അതിനെ റൂട്ടിൻ്റെ റൈറ്റിൽ വെക്കും. എൽസ് റൂട്ട് ഡോട്ട് ലെഫ്റ്റ് ഈക്വൽ ടു ഇൻസേർട്ട് റൂട്ട് ഡോട്ട് ലെഫ്റ്റ് കീ. കീ ലെസ് ദാൻ റൂട്ട് ഡോട്ട് വാൽ ആണെങ്കിൽ നമ്മൾ റൂട്ടിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിലായിരിക്കും കീയെ ഇൻസേർട്ട് ചെയ്യുക. കീയെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ലെഫ്റ്റ് സബ് ട്രീ നമ്മൾ റൂട്ടിൻ്റെ ലെഫ്റ്റിൽ വെക്കും. റിട്ടേൺ റൂട്ട് ഈക്വൽ ടു നോഡ് 60 എന്ന് പറഞ്ഞൊരു നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ റൂട്ട് നോഡ്. ഇൻസേർട്ട് റൂട്ട് 30. ഇൻസേർട്ട് റൂട്ട് 30 എന്ന് പറഞ്ഞപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു. ഇഫ് നോട്ട് റൂട്ട്, അത് ഫാൾസ് ആണ്. ഇഫ് റൂട്ട് ഡോട്ട് വാൽ ഈക്വൽ ടു കീ, ഇതും ഫാൾസ് ആണ്. ഇഫ് കീ ഗ്രേറ്റർ ദാൻ റൂട്ട് ഡോട്ട് വാൽ, ഇവിടെ കീ എന്തായിരുന്നു? 30 ആണ്. 30 ഗ്രേറ്റർ ദാൻ റൂട്ട് ഡോട്ട് വാൽ എന്ന് പറഞ്ഞാൽ 60 ആണ്. 30 ഗ്രേറ്റർ ദാൻ 60 ആണോ? അല്ല, 30 ലെസ് ദാൻ 60 ആണ്. അന്നേരം റൂട്ട് ഡോട്ട് ലെഫ്റ്റ് ഈക്വൽ ടു ഇൻസേർട്ട് റൂട്ട് ഡോട്ട് ലെഫ്റ്റ് കീ. ഇപ്പം റൂട്ടിൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നണ്ണാണ്. ഇൻസേർട്ട് നൺ കീന്ന് നമ്മൾ വീണ്ടും കോൾ ചെയ്ത്. കീ എത്രയായിരുന്നു? കീ 30 ആണ്. ഇൻസേർട്ട് നൺ 30 എന്ന് വന്നു. ഇഫ് നോട്ട് നൺ, അത് ട്രൂ ആണ്. അന്നേരം നമ്മൾ ഒരു പുതിയതായ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് റിട്ടേൺ ചെയ്യും. അങ്ങനെ നമുക്ക് 60യുടെ ലെഫ്റ്റ് ചൈൽഡായിട്ട് 30 എന്ന് കിട്ടി. ഇൻസേർട്ട് റൂട്ട് 20. അന്നേരം ആദ്യം നമ്മൾ ഈ 60 ഈ 20യെ കമ്പയർ ചെയ്യും. അന്നേരം 20 60യിലും കുറവാണ്. പിന്നെ ഈ 30 20യെ കമ്പയർ ചെയ്യും. അന്നേരം 20 30യിലും കുറവാണ്. അന്നേരം ഇവിടെ നമ്മൾ 20യെ ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ പോയിൻ്റർ 30ക്ക് കൊടുക്കും. അങ്ങനെ 30യുടെ ലെഫ്റ്റ് ചൈൽഡായിട്ട് 20 വരും. റൂട്ട് ഈക്വൽ ടു ഇൻസേർട്ട് റൂട്ട് 40. ആദ്യം നമ്മൾ 40നെ 60 കമ്പയർ ചെയ്യും. അന്നേരം 40 ലെസ് ദാൻ 60 ആണ്. ഇനി 30യെ 40 കമ്പയർ ചെയ്യും. അന്നേരം 40 ഗ്രേറ്റർ ദാൻ 30 ആണ്. അന്നേരം 30യുടെ റൈറ്റ് സൈഡിൽ നമ്മൾ 40യെ ഇൻസേർട്ട് ചെയ്യും.